ഹായ്, വെൽക്കം എവരി വൺ. നമുക്ക് ഇന്ന് നമുക്കിതിൽ പറയാനുള്ള ബിസിനസ് സ്റ്റോറി യു പാത്ത് എന്ന് പറഞ്ഞ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഇതും തുടങ്ങിയത് യു എസിലാണ്. അപ്പോൾ പ്ലേസ് ഈ ബെഷസ് അവിടെ നമുക്ക് യു പാത്ത് പിന്നെ ഫൗണ്ട് ചെയ്ത ആൾക്കാർ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ ഒരു റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ. ഇപ്പോൾ വളരെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ് RPA എന്ന് പറഞ്ഞാൽ റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ. നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളെല്ലാം നമുക്ക് റോബോട്ടിക്സിനെ ഏൽപ്പിക്കാം. ആ പ്രോസസ്സ് കംപ്ലീറ്റ് മെഷീൻ ചെയ്തോളും, നമ്മൾ ചെയ്യണ്ട. അപ്പോൾ ഡാനിയൽ ഡൈൻസും ആൻഡ് മാരിയസ് ടിർക്കയും ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇത് ഫൗണ്ട് ചെയ്യുന്നത്. ഇത് ഈ ഓട്ടോമേഷൻ നമ്മൾ ചെയ്യുന്ന രീതി, ഓഫീസ് ഓട്ടോമേഷൻ, പ്രോസസ് ഓട്ടോമേഷൻ, ഇതെല്ലാം ചെയ്യുന്ന രീതി ഇവർ റെവല്യൂഷണലൈസ് ചെയ്തു. അപ്പോൾ എല്ലാ സൈസിലുമുള്ള കൊച്ചു ബിസിനസ്സുകാർക്ക് പോലും ഈ ഒരു റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഇവർ ഈ പലപ്പോഴും ഈ ബിസിനസ് പ്രോസസ്സിങ്ങിൻ്റെ ഇൻഎഫിഷ്യൻസി പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ എംപ്ലോയീസിന് ഫ്രീ അപ്പ് ചെയ്യുക, പ്രത്യേകിച്ച് റെപ്പറ്റേറ്റീവ് ടാസ്കിൽ നിന്നും. അപ്പോൾ അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് ആയിരുന്നു അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻസ്പിറേഷൻ. അപ്പോൾ പലപ്പോഴും ഔട്ട്സോഴ്സ് ചെയ്യുക. അപ്പോൾ ഈ മ്യൂച്വലായിട്ടുള്ള വർക്കുകൾ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് പലപ്പോഴും തോന്നി. അപ്പോൾ അവിടെ അതിനെ നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആയിട്ടും കോസ്റ്റ്ലി ആയിട്ടും തോന്നി. അപ്പോൾ പലപ്പോഴും സ്ഥാപനത്തിന് നഷ്ടം ഉണ്ടാകുന്ന, സ്ഥാപനം പൊളിഞ്ഞു പോകുന്ന, എംപ്ലോയീസിൻ്റെ എണ്ണം കൂടി വരുമ്പോഴത്തേക്ക് അവർക്ക് ഒത്തിരി ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ യു പാത്തിൻ്റെ ഇനിഷ്യൽ സ്ട്രഗിളിൽ അവർക്ക് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ട്രസ്റ്റ് എങ്ങനെ പിടിച്ചു പറ്റും. എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു. കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് പിടിച്ചു പറ്റുക എന്നായിരുന്നു. അപ്പോൾ പലരും ഇവർ പറയുന്നതിനെ വിശ്വസിച്ചില്ല. അപ്പോൾ അവരെന്ത് വെച്ചാൽ അവർ ഈ ഫോക്കസ് ചെയ്തത് ഈ ഏർലി അഡോപ്റ്റേഴ്സ്, ഒരു കാര്യം വരുമ്പോഴേ എടുത്ത് ഉടനെ തന്നെ ഉപയോഗിക്കുന്ന അവർക്ക് ഭംഗിയായിട്ട് കിട്ടണം. അപ്പോൾ അതൊരു വളരെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, അവർക്ക് സൊല്യൂഷനാണ് കിട്ടേണ്ടത്. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസിൽ ഇവർക്കത് ഉപയോഗിക്കണം, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അവർ 2017 അവരുടെ ആദ്യത്തെ ഫണ്ട് റേസിങ് വരുന്നത്. അപ്പോൾ 30 മില്യണാണ് അവർ ഫണ്ട് റേസ് ചെയ്തത്. പിന്നെ 2018 അവർ ഒരു B റൗണ്ടിൽ അവർ ചെയ്യുന്നത് 153 ആണ് ചെയ്തത്. C റൗണ്ടിൽ അവർ ഏതാണ്ട് 568 മില്യൺ അവർ ഇത് ചെയ്തു. അപ്പോൾ അങ്ങനെ പിന്നെ അവർ ഗ്ലോബലി അങ്ങോട്ട് അറിയാനായിട്ട് തുടങ്ങി. അപ്പോൾ അവരെ സക്വയ ക്യാപിറ്റൽ, ടൈഗർ ഗ്ലോബൽ, പിന്നെ ആക്സൽ, ക്യാപിറ്റൽ G ഇങ്ങനെയുള്ള മുതലായ കമ്പനികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കമ്പനികളിലേക്ക് പോകുന്നതിനുള്ള ഒരു രൂപം, ഇവരും സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കണം. സാധാരണ മനുഷ്യരാണ് ഇങ്ങനത്തെ ഒരു ഇതിലോട്ട് പോയത്. അപ്പോൾ ഇതെങ്ങനെയാണ് അവരുടെ ഗ്രോത്ത് എങ്ങനെയാണ്? അപ്പോൾ ഇത് ശരി അത്ഭുത കാര്യമൊന്നുമല്ല ഇത് യൂണിക്കോൺ ആക്കി എടുക്കുക എന്ന് പറയുന്നത്. ഇവരൊക്കെ എങ്ങനെയാണ് യൂണിക്കോൺ ആക്കി എടുത്തിട്ടുള്ള ആ സ്റ്റോറി നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർ പോയ ആ പന്താവിലൂടെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും UI പാത്തിൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരുപാട് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവർ പോസ്റ്റ് ഫണ്ടിങ്ങിന് ശേഷം UI പാത്ത് റാപ്പിഡായിട്ട് അവർ പെട്ടെന്ന് ഒരു ബിഗ് നെയിം അക്യൂർ ചെയ്തു. കൊക്കക്കോളയിലും നാസയിലൊക്കെ ഇവരുടെ പ്രൊഡക്റ്റ് കൊടുത്തു. അപ്പോൾ അവർ ഗ്ലോബലി സ്കെയിലപ്പ് ചെയ്തു. AI ആൻഡ് മെഷീൻ ലേണിംഗ് ഒക്കെ നല്ല ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ടോപ്പ് ടാലൻസിനെ അവർ അക്യൂർ ചെയ്തു. അപ്പോൾ അങ്ങനെ അവർ 2019 അവർ യൂണിക്കോൺ സ്റ്റാറ്റസ് അവർ അച്ചീവ് ചെയ്തത്. അപ്പോൾ UI പാത്ത് അപ്പോൾ ഇത് സ്റ്റാർട്ടപ്പ് ഇവർ യൂണിക്കോൺ സ്റ്റാറ്റസ് അച്ചീവ് ചെയ്യുമ്പോൾ ഇപ്പോൾ 2020 അവർക്ക് $7 ബില്യൺ നെറ്റ് അസറ്റ് വാല്യൂ ആയിരുന്നുള്ളത്. അത് കഴിഞ്ഞ് അവർ പിന്നീട് അടുത്ത സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ പബ്ലിക് വാല്യുവേഷൻ $35 ബില്യൺ. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോണായി. നമുക്കറിയാം 35 ബില്യൺ എന്നൊക്കെ പറയുമ്പോൾ എത്ര അസ്ട്രോണമിക്കൽ ഫിഗേഴ്സാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു ഇമ്പാക്റ്റ് ഫ്യൂച്ചർ വിഷൻ. അപ്പോൾ ഇവർ എടുത്തേക്കുന്ന ഓട്ടോമേഷൻ ഇൻഡസ്ട്രി അവർ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്തു. അപ്പോൾ ബിസിനസ്സിന് എപ്പോഴും ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റിയിലേക്ക് പോവുക, കോസ്റ്റ് കട്ട് ചെയ്യുക.
അപ്പോൾ അഡ്വാൻസ്ഡ് AI ടൂൾസ്, മെഷീൻ ലേണിംഗ് ടൂൾസ്, അതിലൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്തേക്കുന്നത്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഓട്ടോമേഷൻ. അപ്പോൾ അവിടെ നമുക്കിതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ ഡാനിയൽ ഡൈൻസിൻ്റെ ഒരു പെർസിസ്റ്റൻസ്, അതുപോലെ കസ്റ്റമർ ഫോക്കസ്. അപ്പോൾ അവർക്ക് പരാജയങ്ങളുണ്ടായി, ഒത്തിരി പ്രാവശ്യം പരാജയങ്ങൾ, അതിൽ നിന്നെല്ലാം അവർ പാഠങ്ങൾ ഉൾക്കൊണ്ട് പഠിച്ചു, ഇട്ടിട്ട് പോയില്ല. അവർ ആന്ത്രപ്രനേഴ്സിനെ ഒത്തിരി എൻകറേജ് ടു സോൾവ് പ്രോബ്ലംസ്. ഞാൻ ഒരിക്കലും അവരുടെ ഒരു എക്സ്പോയിൽ അവരുടെ സ്റ്റാളിൽ പോയിരുന്നു. വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയൊരു സ്റ്റാളായിരുന്നു അവരുടെ. അപ്പോൾ ഇവർക്ക് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റി. അതുപോലെ തന്നെ അവർക്ക് ഒരു പ്രത്യേക കൾച്ചർ, അത് ലോങ് ടൈം സക്സസ്സിന് ആവശ്യമായ. അപ്പോൾ UiPathൻ്റെ ഒരു ജേണി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ പവർ ഓഫ് ഇന്നൊവേഷനാണ്, പിന്നെ പെർസിസ്റ്റൻസ്, സ്കെയിലിംഗ് ടു ക്രിയേറ്റ് സിഗ്നിഫിക്കൻറ്റ് ഇൻഡസ്ട്രി ഇമ്പാക്റ്റ്, അതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇവരുടെ കസ്റ്റമറുടെ പെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണോ, ആ പെയിൻ പോയിൻറ്റ്സിനകത്ത് മാനുവൽ ആൻഡ് റെപ്പറ്റേറ്റീവ് പ്രോസസ്സ് അതിനെ മാറ്റിയിട്ട് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് UiPath കൊടുത്ത അപ്പോൾ ആ ടൈം കൺസ്യൂമിങ് മാറ്റിയിട്ട് വളരെ ക്വിക്കായിട്ട് അലോയിങ് ബിസിനസ് ടു സേവ് ടൈം, പിന്നെ അതുപോലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റി. പിന്നെ ലോകത്തിലെ പല ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ബിസിനസ്സിനെയും നമുക്ക് അപ്പോൾ UiPath ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ KSRTC പോലുള്ള, ഇല്ല നമ്മൾ വെള്ളാനകൾ എന്ന് പറയുന്ന പല നമ്മളുടെ കേരളത്തിലെ അനേകം ഗവൺമെൻറ് സെക്ടർ, ഇല്ല ഇന്ത്യയിലെ ഗവൺമെൻറ് സെക്ടറൊക്കെ കറക്റ്റായിട്ടൊരു സൊല്യൂഷനായിരിക്കും. ഞാൻ സാധാരണഗതിയിൽ ഇപ്പോൾ എക്സ്പോയ്ക്കൊക്കെ പോകുമ്പോൾ ചോദിക്കാറുണ്ട് പല കമ്പനികളോട്, നിങ്ങൾ ഇന്ത്യയിൽ ഇതിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള ഡീലറെയൊക്കെ നോക്കുന്നത്? അപ്പോൾ എല്ലാവരും വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബിസിനസ്സുകാർ മുന്നേ വന്ന് അതിന് ചേരുന്ന ആൾക്കാരെല്ലാം അവരെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ ഈ പ്ലാറ്റ്ഫോമിൽ ശരിക്കും സ്ട്രീംലൈൻ ചെയ്ത് അവരൊരു ബാക്ക് ഓഫീസ്, അപ്പോൾ ടാസ്കെല്ലാം അവിടെ ഏൽപ്പിച്ചു. സ്പീഡ് ആൻഡ് ആക്യുറസി ഇൻ ഓപ്പറേഷൻസ്, അവിടെ ഡേറ്റ ക്യാപ്ചർ ചെയ്യുന്നത്, ഇല്ല എൻട്രി ചെയ്യുന്നത്, കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഹൈ കോസ്റ്റ് ഓഫ് ഓട്ടോമേഷൻ മാറ്റിയിട്ട് UiPathൻ്റെ വന്നപ്പോഴത്തേക്കും അഫോർഡബിളായി, അപ്പോൾ സ്കെയിലബിളായി, ഓഫറിങ് ആൻ ഈസി ടു യൂസ് പ്ലാറ്റ്ഫോം ഫോർ ബിസിനസ് ഫോർ ഓൾ സൈസസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഈ UiPath അല്ലെങ്കിൽ സമാനമായ കമ്പനികളുടെ ഇൻറ്റേർണൽ ഓട്ടോമേഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലവ് ഒരുപാട് കുറവായിരിക്കും, പെട്ടെന്ന് വിജയിക്കാൻ പറ്റും. പിന്നെ ഇവരുടെ ഫണ്ട് റൈസിങ് ലെസൺസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഗ്രോയിങ് മാർക്കറ്റ് നീഡ് UiPathനെ കണ്ട് ഐഡൻറ്റിഫൈ ദ റൈസിങ് ഡിമാൻഡ് ഫോർ automation and demonstrated how and robotic process automation solution address the major pain points across industries. അപ്പോൾ എയർലി വാലിഡേഷനിൽ അവർ നോക്കുമ്പോഴത്തേക്കും പൈലറ്റ് പ്രോഗ്രാംസ് ഒക്കെ അവർ ചെയ്യാമായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ദേ അട്രാക്റ്റഡ് കസ്റ്റമേഴ്സ്. അപ്പോൾ അവിടെ ആദ്യമേ അവർ ചെയ്തത് സ്ട്രോങ് ഇൻവെസ്റ്റർ നെറ്റ്വർക്ക് അവർ കണക്ട് ചെയ്തു. എയർലി ഫണ്ടിങ്, അത് ടോപ്പ് ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് Accel and Sequoia Capital, focusing on trust and long-term relationship. അതുപോലെ തന്നെ ഇവരുടെ സ്കെയിലബിലിറ്റി മുകളിലോട്ട് ഉയർന്നു പോകാനായിട്ട്. അപ്പോൾ ഗ്ലോബൽ ഇമ്പാക്റ്റ് UiPath കൊണ്ടുവന്നിട്ടുള്ള ഒരു ചേഞ്ച് ആൻഡ് അക്സസിബിലിറ്റി ആൻഡ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ, ഇതെല്ലാം ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്തു. അപ്പം ഇവിടെ നമുക്ക് ഈ ബിസിനസ്സിൽ 4 ഗ്രൂപ്പ് ഉള്ളത് നമുക്കറിയാമല്ലോ. ബിസിനസ്സല്ല എല്ലാ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് 1 എംപ്ലോയിഡ് കാറ്റഗറി, 2 സെൽഫ് എംപ്ലോയിഡ്, 3 ബിസിനസ്, 4 ഇൻവെസ്റ്റേഴ്സ്. ഇതിൽ ഏറ്റവും പവർഫുൾ കാറ്റഗറി എന്ന് പറയുന്നത് എപ്പോഴും ഇൻവെസ്റ്റേഴ്സ് മാത്രമായിട്ടുള്ള കാറ്റഗറിയാണ്. അപ്പോൾ ബിസിനസ് ചെയ്യുന്നതിലും കുറച്ചുകൂടെ എളുപ്പമാണ് അതിൻ്റെ ക്യാപിറ്റലുമായിട്ട് ഇങ്ങനെയുള്ള ബിസിനസ്സുകൾക്ക് നോക്കിയിട്ട് ഫണ്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് തുടങ്ങുന്നതിലും എപ്പോഴും നല്ലതാണ്. അപ്പോൾ ക്ലിയർ ഫൈനാൻഷ്യൽ സപ്പോർട്ടിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് ട്രാൻസ്പെറൻസി ആൻഡ് ബിൽഡ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ്. ഓക്കെ, അപ്പോൾ ഇവരിൽ നമുക്ക് ഒരു എമേർജിങ് ആന്ത്രപ്രണേഴ്സിനെയാണ് ഇവർ ഫോക്കസ് ചെയ്തത്. സ്കെയിലബിൾ സൊല്യൂഷൻസ് ആണ് ഇവർ കൊടുത്തത്. യൂണിവേഴ്സൽ പ്രോബ്ലംസ് ആണ് ഇവർ കൂടുതലും പരിഹരിച്ചത്. ബ്രോഡ് ആൻഡ് സ്കെയിലബിൾ ഇഷ്യൂസ്, ഇൻഎഫിഷ്യൻസിയാണ് പലപ്പോഴും അവർ പരിഹരിച്ചു കൊടുത്തത്. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രിക്ക് വേണ്ടി കൊടുത്ത എല്ലാ ടൈപ്പിലുമുള്ള ആ കാര്യങ്ങളെല്ലാം ഇവർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവരുടെ പൈലറ്റ് പ്രോഗ്രാം തന്നെ ഒരുപാട് പേരിൽ വിശ്വാസം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ റിയൽ വേൾഡ് ടെസ്റ്റുകൾ അവർ നടത്തിക്കൊണ്ടിരുന്നു, അതിൽ നിന്ന് ഒരുപാട് ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസി തന്നെ വളരെ ഇതായിരുന്നു. അപ്പോൾ കോസ്റ്റ് ഒരുപാട് കുറയ്ക്കാനായിട്ട് പറ്റി. പ്രൊഡക്ടിവിറ്റി, അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവിംഗ് ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ്. അപ്പോൾ ഇതുപോലെ ഇവർക്ക് ഒരുപാട്
പാർട്ട്നേഴ്സിനെ ലോക്കൽ പാർട്ട്നേഴ്സിനെ അവർക്ക് എടുക്കാനായിട്ട് പറ്റും. അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ലാർജർ ഫേമുകളെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ലോക്കൽ പാർട്ട്നേഴ്സ് അവരുടെ ഗ്രോത്തിനകത്ത് ആയിരുന്നു. അപ്പോൾ ഒരു ബിൽഡ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു വളരെ പോസിറ്റീവായിട്ട്. പിന്നെ മറ്റൊന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് തിങ്ക് ഗ്ലോബലി. അവരവിടെ മാത്രമല്ല, യൂറോപ്യൻ യൂണിയനിൽ അവർ നന്നായിട്ട് കൊടുത്തു. അപ്പോൾ എല്ലാ മാർക്കറ്റിലും അവർ ഇന്ത്യയിലും അവരുടെ സാന്നിധ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പഠിച്ചിരിക്കേണ്ട. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്കൊക്കെ പോകാനായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കണക്റ്റ് ആകുക. നിങ്ങളുടേത് വളരെ ലോക്കലി ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും അതിനെ നമുക്ക് ഇതുപോലെ പൊക്കിയെടുക്കാനായിട്ട് ഒരുപാട് സാധ്യതകൾ നമുക്ക് നമ്മളുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. ഇതിനകത്ത് കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട് വാട്സപ്പ് അയച്ച് ഉൾപ്പെടാനായിട്ട് നോക്കുക. ഓൾ ദി ബെസ്റ്റ്.